കേൾക്കാൻ പോകുന്ന മൂവി 2014 റിലീസായ ഒരു സൗത്ത് കൊറിയൻ ഹേസ്റ്റ് മൂവിയാണ് ദ കോൺ ആർട്ടിസ്റ്റ്. നല്ല അടിപൊളി ആക്ഷൻ രംഗങ്ങളും വിചാരിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളുമെല്ലാമായി ഒരു മസ്റ്റ് വാച്ച് മൂവിയാണിത്. എന്നാ പിന്നെ പിടിച്ചിരുന്നോ, നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. നമ്മളുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണുന്നത് ഒരു റോബറി സീനാണ്. രാത്രിയിൽ സിറ്റിയിലെ ഒരു ബിൽഡിംഗിൽ സെക്യൂരിറ്റി ഗാർഡ്സിനെ കാണിക്കുന്നു. അവരുടെ സിഇഒയുടെ റൂമിൽ നിന്നും സെക്യൂരിറ്റി അലർട്ട്സ് വന്നതുകൊണ്ട് അത് ചെക്ക് ചെയ്യാനായി പോവുകയാണ് അവർ. അതേസമയം സിഇഒയുടെ റൂമിൽ ഒരു കള്ളൻ സേഫ് തുറന്ന് ഒരു പ്രതിമ മോഷ്ടിക്കുന്നു. അപ്പോഴാണ് സെക്യൂരിറ്റി ഗാർഡ്സ് അവരുടെ പവർ കേബിൾസ് ആരോ കട്ട് ചെയ്തതായി കണ്ടുപിടിക്കുന്നത്. എല്ലാ ഗാർഡ്സും കൂടി വേഗത്തിൽ കള്ളനെ പിടിക്കാനായി മുകളിലേക്ക് പോകുന്നു. എന്നാൽ ഗാർഡ്സ് അവിടെ എത്തുമ്പോഴേക്കും പ്രതിമ എടുത്തു കള്ളൻ റൂമിലെ AC ഡക്ട് വഴി രക്ഷപ്പെടുന്നു. ഇത് മനസ്സിലാക്കുന്ന ഗാർഡ്സ് അയാളെ അന്വേഷിച്ച് ബിൽഡിംഗിൽ സെർച്ച് ചെയ്യുകയും പിന്നീട് ഒരു ചേസിംഗ് സീനാണ് കാണിക്കുന്നത്. മാർഷൽ ആർട്സിൽ പുലിയായിരുന്ന കള്ളൻ ഗാർഡ്സിനെ മറികടന്ന് ബിൽഡിംഗിന്റെ ടോപ്പിൽ പോയി ഒരു റോപ്പ് ഇട്ട് താഴേക്ക് ചാടി രക്ഷപ്പെട്ടു പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് കള്ളന്റെ താവളമാണ്. ഈ സുന്ദരനായ കള്ളനാണ് നമ്മുടെ കഥയിലെ ഹീറോ ലീ. ഹീറോ ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ട് സേഫ് ക്രാക്കറാണ്. എത്ര സെക്യൂരിറ്റിയുള്ള ലോക്കറും നമ്മുടെ ഹീറോയ്ക്ക് എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കും. ഹീറോയുടെ കൂട്ടുകാരനാണ് ഈ താടിക്കാരൻ കിം. അയാൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. നമ്മുടെ സുന്ദരൻ ഹീറോ മോഷ്ടിച്ച വിലപിടിപ്പുള്ള പ്രതിമ രാത്രിയിൽ ബിൽഡിംഗിൽ വെച്ചുണ്ടായ മൽപിടുത്തത്തിൽ പൊട്ടിപ്പോയിരുന്നു. കൂട്ടുകാരനായ താടിക്കാരൻ പ്രതിമ പൊട്ടിയത് കണ്ട് ദേഷ്യത്തിലാണ്. ആ സമയം ഹീറോ വന്ന് പൊട്ടിയ പ്രതിമ കയ്യിലെടുത്ത് താഴെയിട്ട് ഒന്നും കൂടി പൊട്ടിച്ച് നശിപ്പിക്കുന്നു. ഇത് കണ്ട കൂട്ടുകാരൻ നീ എന്ത് തേങ്ങയാ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ എന്തോ തീരുമാനിച്ച പോലെ പ്രതിമയുടെ ബ്ലൂ പ്രിന്റ് വെച്ച് സെയിം ഡിസൈനിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് നമുക്ക് വിൽക്കാമെന്ന് പറയുന്നു. എന്നിട്ട് ഒരു മാഗസിന്റെ കവറിൽ ഡോക്ടർ മിൻ എന്ന ആളുടെ ഫോട്ടോ കാണിച്ച് നമുക്ക് ഇയാളെ ഉപയോഗിച്ച് ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്രതിമ ഓപ്ഷനിൽ വിൽക്കാം എന്ന് ഹീറോ പറയുന്നു. അടുത്ത ദിവസം ഹീറോയും കൂട്ടുകാരനും കൂടി ഡോക്ടർ മിന്നിന്റെ അടുത്തെത്തി പ്രതിമ കാണിക്കുന്നു. എന്നാൽ ഡോക്ടർ മിന്നിന് പ്രതിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ഫേക്ക് ആണെന്ന്. ഡോക്ടർ മിൻ പണ്ട് ഒരു ഓപ്ഷനിൽ ഒരു തവണ ഫേക്ക് ഐറ്റം വിറ്റിരുന്ന കാര്യം തനിക്കറിയാമെന്ന് പറഞ്ഞ് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. മാത്രമല്ല ഈ ഫേക്ക് പ്രതിമ വിറ്റുകൊടുത്താൽ അയാൾക്ക് 20% കമ്മീഷൻ കൊടുക്കാം എന്നും പറയുന്നുണ്ട്. പ്രതിമയുടെ ഒറിജിനൽ അവരുടെ കയ്യിൽ വെച്ച് പൊട്ടിപ്പോയതുകൊണ്ട് ആരും ഇനി ഒറിജിനൽ എടുത്ത് വരികയുമില്ല. അങ്ങനെ ഹീറോയുടെ ഭീഷണിയിൽ ഡോക്ടർ മിൻ ഡീല് ഓക്കെ പറയുന്നുണ്ട്. ഹീറോയും കൂട്ടുകാരനും കിട്ടാൻ പോകുന്ന പൈസയുടെ കാര്യം സംസാരിച്ച് സന്തോഷത്തിൽ അവിടെ നിന്നും പോകുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു ഡിറ്റക്റ്റീവിനെയാണ്. ആ സമയം ഡിറ്റക്റ്റീവിനെ ഒരാൾ വിളിക്കുകയും തന്നെ ആരോ പിന്തുടരുന്നത് കൊണ്ട് തനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുകയും ചെയ്യുന്നു. അയാൾ പോലീസിന്റെ ഒരു സീക്രട്ട് ഇൻഫോർമർ ആയിരുന്നു. നിങ്ങൾ സുരക്ഷിതനാണ്, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് അവിടെ എത്തുന്നതിന് മുമ്പ് അയാളെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ കഥയിലെ വില്ലനെയാണ്. നേരത്തെ വില്ലന്റെ ആളുകൾ ചേർന്ന് പൊക്കിയ ഇൻഫോർമറെ തല കീഴായി അവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അയാൾ വില്ലന്റെ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിരുന്നു. വില്ലന്റെ കാര്യങ്ങൾ പോലീസിന് ലീക്കാക്കി കൊടുത്തതുകൊണ്ട് അയാളെ കൊല്ലാൻ പറഞ്ഞ് വില്ലൻ അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോ കള്ളനോട്ടുണ്ടാക്കാൻ നോക്കുന്നതാണ്. അവിടെ കൂട്ടുകാരൻ വരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും ഹീറോ കള്ളനോട്ടുണ്ടാക്കുന്നത് കുറെ തവണ ചെയ്തു നോക്കിയിട്ടും ഇതുവരെ ശരിയായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹീറോ ഉണ്ടാക്കിയ ഒരു $100 എടുത്ത് കൂട്ടുകാരന് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയ നോട്ടിനും ഒരു പ്രോബ്ലം ഉണ്ട്. അതിൽ ആൽക്കഹോൾ വീണാൽ ഇങ്ക് മാഞ്ഞു പോകും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എനിക്കിത് പറ്റുന്ന പണിയല്ല, ഞാനിത് നിർത്തുകയാണ് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും ഒരു ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥലം വിടുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഒരു ആർട്ട് ഗാലറിയാണ്. ഹീറോ അവിടെ $1 million ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. പക്ഷെ ഹീറോയുടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അവിടെ അയാളുടെ ഐഡിയൽ ഗേളിന്റെ ഫോട്ടോ എക്സിബിഷന് വെക്കണം എന്നതാണ്. അവിടെ വെച്ച് നമ്മുടെ മൂവിയുടെ ഹീറോയിനെ കാണിക്കുന്നു. അവളും ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഹീറോയിനും അസിസ്റ്റന്റും ഹീറോ പറഞ്ഞ ഫോട്ടോ വന്ന് നോക്കുമ്പോൾ അത് അവളുടെ പിക്ചർ തന്നെ ആയിരുന്നു. ഇത് കണ്ടതും അവൾ ആ ഫോട്ടോ എക്സിബിഷനിൽ വെക്കാൻ സമ്മതിക്കുന്നില്ല. അസിസ്റ്റന്റ് ഹീറോയിന് കമ്മീഷൻ കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. പിന്നീട് ഹീറോയും കൂട്ടുകാരനും കൂടി കാറിൽ വരുന്നതാണ് കാണിക്കുന്നത്. ഹീറോ ആർട്ട് ഗാലറിയിൽ $1 million ഇൻവെസ്റ്റ് ചെയ്ത കാര്യം പറയുന്നു. അതിൽ നിന്നും $3 million ഉണ്ടാക്കണമെന്നതാണ് അവന്റെ പ്ലാൻ. ഇതിൽ ഹീറോയ്ക്ക് എന്തോ വ്യക്തമായ പ്ലാൻ ഉണ്ട്. അങ്ങനെയൊന്നും കാണാതെ ഹീറോ ഒരു കാര്യം ചെയ്യുകയില്ല. ഹീറോയുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. കൂട്ടുകാരനോട് ഒരു നല്ല ഹാക്കറിനെ
ഇതിനെ കണ്ടുപിടിക്കണം, നമുക്കൊരു പരിപാടിയുണ്ട് എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഹാക്കറിനെയാണ്. അയാൾ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ബില്ലിംഗ് സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഹാക്കറിന്റെ അടുത്ത് നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ എത്തി ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് ഹീറോയും കൂട്ടുകാരനും ഹാക്കറും കൂടി ഒരു ക്ലബിൽ ഇരിക്കുന്നത് കാണിക്കുന്നു. ഈ ഹാക്കറിന്റെ പേരിൽ ഒരു റൂമർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇയാൾ കൂടെയുള്ള ആളുകളെ എപ്പോഴും ചതിച്ച് സ്വയം തടി തപ്പും. ഇതെല്ലാം അറിയുന്ന ഹീറോ ഹാക്കറിനെ ചെറുതായി വിരട്ടുന്നുണ്ട്. എങ്കിലും നിന്റെ ലുക്സ് കാരണം ഞാൻ നിന്നെ ജോലിക്കെടുക്കുന്നു എന്ന് ഹീറോ പറയുന്നു. അടുത്ത ദിവസം എല്ലാവരും കൂടി കാറിൽ എങ്ങോട്ടോ പോകുകയാണ്. ഹൈവേയിൽ നിന്നെല്ലാം കുറെ ദൂരെ വിജനമായ സ്ഥലത്തുള്ള ഒരു വെയർഹൌസിൽ അവരെത്തുന്നു. അവരെ സ്ഥലം കാണിക്കുന്നതിനായി ഒരാൾ വന്ന് ഹീറോയോട് സ്ഥലത്തിനെ കുറിച്ച് കുറെ തള്ളിമറിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ആ സ്ഥലം ഗവൺമെന്റിന്റെ ആണെന്ന് സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് വെച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ട് അയാൾക്ക് കമ്മീഷൻ മാത്രമേ തരാൻ പറ്റുള്ളൂ, അതും കിട്ടിയാ കിട്ടി എന്ന രീതിയിലാണ് ഹീറോ അയാളോട് പറയുന്നത്. ഹീറോയും ടീമും കൂടി അവിടെ ഒരു റോബറി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തലായിരുന്നു അത്. ഹീറോ കൂട്ടുകാരനെയും ഹാക്കറിനെയും കൂട്ടി നമുക്ക് ഫീൽഡ് റിസർച്ചിന് പോകാമെന്ന് പറഞ്ഞ് 3 പേരും കൂടി അവിടുന്ന് പോകുകയാണ്. അവിടെയുള്ള ഒരു ജ്വല്ലറി സ്ട്രീറ്റ് ആണ് അവരുടെ അടുത്ത ലക്ഷ്യം. ഹീറോ അവിടെയുള്ള ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മൊത്തം സ്ഥലം ബൈനോക്കുലർ വെച്ച് നിരീക്ഷിക്കുകയാണ്. കൂട്ടുകാരൻ ജ്വല്ലറികളെല്ലാം പോയി സ്കെച്ച് ഇട്ട് ഫോട്ടോ എടുത്തു വെക്കുന്നുണ്ട്. ഹാക്കർ പയ്യൻ ജ്വല്ലറികളുടെ പരിസരത്തുള്ള CCTV ക്യാമറകളെല്ലാം നോക്കി സെറ്റാക്കി വെക്കുന്നു. കട്ട് ചെയ്ത് കാണിക്കുന്നത് പുതിയ സ്ഥലത്ത് വെച്ച് അവർ റോബറിയുടെ പ്ലാനിംഗ് ചെയ്യുന്നതാണ്. ഹാക്കർ ഹീറോയോട് പറയുന്നത് CCTV റെക്കോർഡ്സ് എല്ലാം ഞാൻ മാച്ച് കളയാം. കൂട്ടുകാരൻ ജ്വല്ലറിയുടെ VIP റൂമിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റി അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നു. കട്ട് ചെയ്ത് കാണുന്നത് ഹീറോയും ഹീറോയിനും കൂടി ആർട്ട് ഗാലറിയിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ വിശ്വസിക്കാം, ഗാലറിയിൽ ഇൻവെസ്റ്റും ചെയ്യാം, അതുകൊണ്ട് എനിക്ക് വേണ്ടി നിനക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഹീറോയിനോട് ചോദിച്ച് അവളുടെ കഴുത്തിലെ ഒരു മാലയിലേക്ക് ഹീറോ നോക്കുന്നു. അത് മനസ്സിലാക്കിയ ഹീറോയിൻ ഇതെന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നതാണ് എന്ന് പറയുന്നു. അതിന്റെ വില എത്രയാണെന്ന് നിനക്കറിയാമോ എന്ന് ഹീറോ ചോദിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി മാലയുടെ കല്ലിന്റെ വില അറിയുന്നതിനായി ഒരു ജ്വല്ലറി ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അതിനിടയിൽ ഹീറോ ഷോപ്പിലെ ചേച്ചിയുടെ ശ്രദ്ധ തിരിപ്പിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്യൂട്ട് കേസ് അവർ ഇരിക്കുന്ന സോഫയുടെ അടിയിലേക്ക് ആരും കാണാതെ തള്ളിവെക്കുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി മറ്റൊരു ജ്വല്ലറി ഷോപ്പിലേക്ക് പോകുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ജ്വല്ലറി ഷോപ്പിലെ VIP ലോഞ്ചിൽ കയറുകയാണ് ഹീറോയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഹീറോയിനെ തന്റെ കൂടെ കൂട്ടിയത്. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടി VIP ലോഞ്ചിൽ കയറുന്നു. ഹീറോ ലോഞ്ചിനുള്ളിലെ ക്യാമറകളുടെ പൊസിഷനുകളും ലോക്കറുമെല്ലാം നോക്കി വെക്കുന്നുണ്ട്. ഹീറോയിൻ വീട്ടിൽ തിരിച്ചെത്തി ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് ഹീറോ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നീ എന്നെ വിശ്വസിക്കണമെന്നെല്ലാം ഹീറോ ഹീറോയിനോട് പറയുന്നുണ്ട്. അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് കഥയുടെ ബാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. കട്ട് ചെയ്ത് കാണിക്കുന്നത് വില്ലനെയാണ്. അയാൾ കൊറിയയിലെ ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അതുമാത്രമല്ല അയാൾക്ക് ചെറിയ രാഷ്ട്രീയ ബന്ധങ്ങളുമുണ്ട്. വില്ലന്റെ കൂടെ അയാളുടെ അസിസ്റ്റന്റുമുണ്ട്. വില്ലൻ ഏതോ ഒരു പണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ആ പണം പൊളിറ്റീഷ്യൻസ് മാറ്റാൻ പോവുകയാണ് എന്നൊരു റൂമർ കേൾക്കുന്നുണ്ടെന്നും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കോൺ ആർട്ടിസ്റ്റിനെ എന്ന് വെച്ചാൽ ഏത് ലോക്കറും ഓപ്പൺ ചെയ്യാനായി കഴിയുന്ന ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അസിസ്റ്റന്റിനോട് പറയുന്നു. വില്ലൻ പൊളിറ്റീഷ്യൻസുമായി തെറ്റിയത് കാരണമാണ് ആ പണം അടിച്ചു മാറ്റാൻ നോക്കുന്നത്. പിന്നീട് അയാൾ മിസ്റ്റർ O എന്ന ആളെ പറ്റി പറയുന്നു. എന്റെ പഴയ സുഹൃത്തിനെ മിസ് ചെയ്യുന്നുണ്ട്, അയാളായിരുന്നു ഇതുപോലത്തെ പണികളിൽ ബെസ്റ്റ് എന്ന് പറയുന്നു. ഈ മിസ്റ്റർ O എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിന്റെ അച്ഛനാണ്. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വില്ലന്റെ ആളുകൾ അവിടെയുള്ള പല കോൺ ആർട്ടിസ്റ്റുകളെയും പിടിച്ചുകൊണ്ടുവന്ന് ആരാണ് ലോക്കർ തുറക്കാൻ ബെസ്റ്റ് എന്ന് നോക്കുകയാണ്. പക്ഷെ ആ ലോക്കർ നല്ല എക്സ്പേർട്ടുകളെ കൊണ്ട് മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പിടിച്ചുകൊണ്ടുവന്ന ആർക്കും തുറക്കാൻ സാധിക്കുമായിരുന്നില്ല. കട്ട് ചെയ്ത് കാണുന്നത് നമ്മുടെ ഹീറോ മോഷണത്തിനെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ആ ദിവസം എത്തിയിരിക്കുകയാണ്. അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഹീറോയും ഹീറോയിനും കൂടി ആദ്യം പോയിരുന്ന ജ്വല്ലറിയിൽ ഒരു പ്രശ്നമുണ്ടാക്കി ആ ഏരിയയിലുള്ള പോലീസ് ഓഫീസേഴ്സിനെയെല്ലാം വഴിതിരിപ്പിക്കുന്നതാണ്. അതിനായി കൂട്ടുകാരൻ വെള്ളമടിച്ച് ബോധമില്ലാത്ത പോലെ വന്ന് ആ ഷോപ്പിന്റെ ഷട്ടറിൽ അടിച്ച് സെക്യൂരിറ്റി അലാറം ഓൺ ആക്കുന്നു. എന്നിട്ട് ഷോപ്പിന്റെ ഷട്ടറിൽ എന്തോ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. സെക്യൂരിറ്റി അലാറം അടിച്ചതോടെ പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെക്ക് ചെയ്യുകയാണ്. ഹാക്കർ അവിടെയുള്ള ക്യാമറകളെല്ലാം ഹാക്ക് ചെയ്ത് എല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഡിവൈസ് ഓൺ ആക്കാൻ പറയുന്നു. അത് ഓൺ ആക്കിയതും ഹീറോ സോഫയ്ക്കടിയിൽ വെച്ചിരുന്ന സ്യൂട്ട് കേസിൽ നിന്ന് പുക വരാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു ബട്ടൺ അമർത്തുമ്പോൾ ഗ്ലാസിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ആ ചിപ്പ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇവർ കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്തത് രണ്ടാമത് പോയ ജ്വല്ലറിയിലാണ്. ഈ പരിപാടികളെല്ലാം ഒപ്പിച്ചത് പോലീസിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയാണ്. ജ്വല്ലറിയിൽ കയറി ഹീറോ ലോക്കർ കണ്ടുപിടിച്ച് ഡ്രില്ലിംഗ് തുടങ്ങി. ആ ജ്വല്ലറി സൗണ്ട് പ്രൂഫ് അല്ലാത്തതിനാൽ ഡ്രില്ലിംഗ് സൗണ്ട് പുറത്തേക്ക് കേൾക്കുമായിരുന്നു. ആ സൗണ്ട് കേട്ട് പോലീസ് അങ്ങോട്ട് ചെക്ക് ചെയ്യാൻ വരുന്നു. ഇത് കണ്ട ഹാക്കർ പോലീസ് വരുന്ന കാര്യം അവരെ അറിയിക്കുന്നു.
വാ മതി വിട്ടേക്ക്, ഇനി നിന്നാ പണി കിട്ടും എന്ന് കൂട്ടുകാരൻ പറയുന്നു. എന്നാൽ ഹീറോ എടുത്ത പണി ഫിനിഷ് ചെയ്യാതെ അവിടെ നിന്ന് അനങ്ങില്ല എന്ന മട്ടിലാണ്. എന്തെങ്കിലും ചെയ്ത് ആ പോലീസിനെ അവിടെ നിന്ന് മാറ്റാൻ ഹീറോ കൂട്ടുകാരനോട് പറയുന്നു. കൂട്ടുകാരൻ പുറത്തു വന്ന് അവിടെ കിടന്നിരുന്ന ഒരു കാറിന്റെ ഗ്ലാസ് പൊട്ടിക്കുന്നു. ഇത് കാരണം അലാറം അടിക്കാൻ തുടങ്ങുന്നു. ഇത് കേട്ട പോലീസുകാർ ജ്വല്ലറിയുടെ അടുത്തേക്ക് പോകാതെ കാറിന്റെ അലാറം കേട്ട സ്ഥലത്തേക്ക് പോകുന്നു. ഈ സമയം കൊണ്ട് കൂട്ടുകാരൻ രക്ഷപ്പെട്ട് അവന്റെ വണ്ടിയിൽ കയറുന്നു. എന്നാൽ ഹീറോ ആണെങ്കിൽ പോലീസുകാരെ അവിടെ നിന്ന് മാറ്റിയ തക്കം കൊണ്ട് ഡ്രില്ലിംഗ് കഴിഞ്ഞ് ഡയമണ്ട് എടുത്ത് തെളിവുകളൊന്നും ബാക്കി വെക്കാതെ അവരുടെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ഇവർക്കറിയാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ആ ജ്വല്ലറി വില്ലന്റേതായിരുന്നു. അടുത്ത ദിവസം ജ്വല്ലറിയിൽ മോഷണം പോയതറിഞ്ഞ വില്ലൻ പറയുന്നത്, കൊള്ളയടിച്ചവർ നിസാരക്കാരല്ല, അവരെ പോലെയുള്ളവരെയാണ് എനിക്ക് ആവശ്യം. എത്ര പെട്ടെന്നാണ് അവർ പണി തീർത്തത്. എന്തായാലും അവർ അടിച്ച ഡയമണ്ട്സ് അത്ര പെട്ടെന്ന് വിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഡയമണ്ട് ബ്രോക്കേഴ്സ് മൂലമാണ് അവർക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരെ പിടിച്ചാൽ നമുക്ക് ഡയമണ്ട് അടിച്ചവരെ സിമ്പിളായി പൊക്കാൻ സാധിക്കും. വില്ലന്റെ ആളുകൾ ഓരോരോ ബ്രോക്കേഴ്സിനെ പിടിച്ച് ചോദ്യം ചെയ്യലും തുടങ്ങി. അതേസമയം വില്ലൻ ഡയമണ്ട് ഹാക്കേഴ്സിനെ പിടിച്ച് പഞ്ഞിക്കിടുന്നതും കാണാതെ പോയ ഡയമണ്ട്സ് വില്ലന്റെ ജ്വല്ലറിയിൽ നിന്നാണെന്ന് ഡിറ്റക്റ്റീവിനും മനസ്സിലായിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ആണെങ്കിൽ വില്ലനെതിരെ എന്തെങ്കിലും കിട്ടാനിരിക്കുകയാണ് അയാളെ പൂട്ടാൻ. അത് കഴിഞ്ഞ് ഹീറോയുടെ അനുയായി ഒരു ഡയമണ്ട് ബ്രോക്കറിന്റെ അടുത്ത് വന്ന് സാധനം വിൽക്കാൻ നോക്കുകയാണ്. എന്നാൽ അവിടെ വില്ലന്റെ സഹായി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ മറ്റേയാളെ പിന്തുടർന്ന് ഇവരുടെ സങ്കേതം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇവരുടെ എല്ലാം ഫോട്ടോസും എടുക്കുന്നു. അതിന്റെ കൂടെ ഹീറോയിന്റെ ഫോട്ടോയും കൂടി എടുക്കുന്നുണ്ട്. അടുത്തതായി ഹീറോയുടെയും കൂട്ടുകാരുടെയും കംപ്ലീറ്റ് ബയോഡാറ്റയും എടുത്ത ഫോട്ടോസും വില്ലന്റെ അസിസ്റ്റന്റ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഹീറോയിന്റെ ഫോട്ടോ കണ്ടിട്ട് ഈ പെണ്ണിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല എന്നുകൂടി വില്ലൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വില്ലനും ടീമും ഹീറോയുടെ സങ്കേതത്തിൽ വന്ന് എല്ലാവരെയും പിടിച്ചു വെക്കുന്നു. അവിടെ നിന്ന് അവർക്ക് ഹീറോ ലോക്കർ തുറന്ന ഫോട്ടോയും ഹാക്കറിന്റെ മൊബൈലിൽ നിന്ന് ലഭിക്കുന്നു. ഇതൊന്നും അറിയാതെ ഹീറോ രാത്രിയിൽ അവിടേക്ക് വരുമ്പോൾ ആരെയും കാണുന്നില്ല. വെട്ടവും വെളിച്ചവും ഒന്നുമില്ല. കുറെ കാറുകൾ മാത്രം അവിടെ കിടപ്പുണ്ട്. ഇത് കണ്ട് എന്തോ പന്തികേട് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ ഒരു വടിയെടുത്ത് വെയർഹൌസിനുള്ളിൽ കയറുന്നു. പിന്നീട് അവിടെ ഒരു ഫൈറ്റ് ആണ്. അവസാനം വില്ലന്റെ അസിസ്റ്റന്റ് ഹീറോയെ പുഷ്പം പോലെ അടിച്ചിടുന്നു. വില്ലൻ ഹീറോയോട് അയാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നു. എന്നാൽ ഇവർ സമ്മതിക്കാത്തത് കാരണം അവരെ എല്ലാവരെയും ഒരു കേജിൽ പൂട്ടിയിടുന്നു. എന്തു വന്നാലും സമ്മതിച്ചു കൊടുക്കരുത്, അയാൾ ഒരു ദുഷ്ടനാണ്, നമ്മൾ ഇത് ചെയ്യുന്നില്ല എന്ന് കൂട്ടുകാരൻ ഹീറോയോട് പറയുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് വില്ലൻ അവരെ വിളിച്ച് അയാൾ പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കാൻ പറയുന്നു. എന്നാൽ നമ്മുടെ ടീംസിന് ഒരു അനക്കവുമില്ല, ഇതൊരു വഴിക്ക് പോകുന്ന കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ വില്ലൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവരെ കാണിക്കുന്നു. അത് എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോസ് ആണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വില്ലന്റെ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഹീറോയിന്റെ ഫോട്ടോയും കാണിക്കുന്നു. ആ ഫോട്ടോ കണ്ട് പേടിച്ച ലീ അയാൾ പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറാകുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. വേറെ ഒന്നുമല്ല, കൊറിയയിലെ ഇഞ്ചിയോൺ പോർട്ട് കസ്റ്റംസിൽ സൂക്ഷിച്ചിരിക്കുന്ന 150 മില്യൺ പണം എനിക്ക് അടിച്ചു മാറ്റണം. ഓരോരുത്തർക്കും 5% കമ്മീഷനും ഡയമണ്ടും കൊടുക്കാമെന്ന് പറയുന്നു. ഇത് കേട്ടതും നമ്മുടെ ടീം ഡീൽ ഓക്കെ പറഞ്ഞ് അവിടുന്ന് പോകുകയാണ്. വില്ലൻ അസിസ്റ്റന്റിനോട് ഹീറോയുടെ മേൽ എപ്പോഴും ഒരു കണ്ണുവെക്കാൻ പറയുന്നുണ്ട്. അടുത്തതായി കാണുന്നത് ഡിറ്റക്റ്റീവിന് ഒരു CCTV ഫുട്ടേജ് കിട്ടുന്നതാണ്. അതിൽ ഹീറോ ലീ എക്സ്പ്ലോഷൻ നടന്ന ജ്വല്ലറിയിലേക്ക് ഒരു സ്യൂട്ട് കേസുമായി കയറി പോകുന്നു. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ കയ്യിൽ സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ആ സ്യൂട്ട് കേസ് പോലീസിന് ജ്വല്ലറിയിൽ നിന്നും 20 മുതലായി കിട്ടിയിട്ടുണ്ട്. അതിനാൽ ഡിറ്റക്റ്റീവിന് മനസ്സിലായിട്ടുണ്ട് ഈ പണിയെല്ലാം ഒപ്പിച്ചത് ലീ ആണെന്ന കാര്യം. അടുത്തതായി കാണുന്നത് വില്ലനും ഹീറോയും ടീമും റോബറി എങ്ങനെ ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഇവർ അടിച്ചു മാറ്റാൻ പോകുന്ന പണമുള്ളത് കൊറിയയിലെ ഏറ്റവും തിരക്കും ടൈറ്റ് സെക്യൂരിറ്റിയുമുള്ള ഒരു പോർട്ടിലാണ്. അതുമാത്രമല്ല, പണം വെച്ചിട്ടുള്ളത് ഇസ്രായേലിൽ നിന്നും കൊണ്ടുവന്ന ഒരു അഡാറ് ലോക്കറിലാണ്. ആ ലോക്കർ ഓപ്പൺ ചെയ്യുന്നത് അത്ര സിമ്പിൾ ആയ കാര്യമല്ല. അവർക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ ലോക്കർ തുറക്കുകയും പൈസ എടുക്കുകയും വേണം. ഇല്ലെങ്കിൽ പോലീസ് അവിടെ വരാനും പിടിക്കപ്പെടാനും ചാൻസ് ഉണ്ട്. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പോർട്ട് സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെ എത്തുമ്പോൾ ഈ നോട്ടിന്റെ എല്ലാം വെയിറ്റ് 3 ടൺ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതിന് പേടിക്കണ്ട, എന്റെ കയ്യിൽ കുറെ കൂപ്പൺസ് ഉണ്ട്, അത് നോട്ടുകളുടെ മുകളിൽ മറച്ചു വെച്ച് നമുക്ക് രക്ഷപ്പെടാമെന്ന് വില്ലൻ പറയുന്നു. എന്നിട്ട് അവർക്ക് ആവശ്യമായ ഫേക്ക് IDസും പോർട്ടിന്റെ സകല വിവരങ്ങളും അടങ്ങിയ മാപ്പുകളും വില്ലന്റെ അസിസ്റ്റന്റ് കൊടുക്കുന്നു. അടുത്ത സീനിൽ വില്ലൻ ഹാക്കറിനെ വിളിച്ച് അവൻ മുമ്പ് കൂടെയുള്ളവരെ ചതിച്ച പോലെ ഹീറോയുടെ കൂടെ നിന്ന് ഹീറോ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് തനിക്ക് ചോർത്തി കൊടുക്കാൻ പറയുകയാണ്. ഹാക്കറിന്റെ മൊബൈലിലുള്ള ഹീറോ ജ്വല്ലറിയിൽ റോബറി ചെയ്യുന്ന ഫുട്ടേജും കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ബാഗിൽ നിറയെ പണവും കൊടുക്കുന്നു. ഇത് കണ്ടതോടെ ഹാക്കർ ഫ്ലാറ്റായി ഓക്കെ പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ലീ വില്ലൻ നേരത്തെ പറഞ്ഞ മിസ്റ്റർ O എന്നയാളെ ആലോചിക്കുകയാണ്. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. ഇപ്പോൾ മിസ്റ്റർ O തന്റെ കൂടെ ഇല്ലാത്തതിന്റെ വിഷമത്തിൽ ഇരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മിസ്റ്റർ ഓയുമായി ഹീറോയ്ക്കും വില്ലനും ഒരു ലിങ്ക് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അടുത്തതായി ഹീറോ ലീ ഹീറോയിനെ കാണാൻ വരുന്നതാണ്. അതേസമയം ഡിറ്റക്റ്റീവും ടീമും അവിടെ വന്ന് ഹീറോയെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പിടിച്ചു കൊണ്ടുപോകുന്നു. ഇത് കണ്ട ഹീറോയിന് ഹീറോയോടുള്ള വിശ്വാസം പോകുന്നതും കാണിക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് തിരിച്ചും മറിച്ച്
അമ്മച്ചുമെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ഒരു അനക്കവുമില്ല, ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നുമില്ല. അങ്ങനെ അനുവദിച്ച സമയം കഴിയുമ്പോൾ ഇനി എന്നെ പുറത്തുവിട്ടില്ല, ഞാൻ നിങ്ങൾക്കെതിരെ ലീഗലായി മൂവ് ചെയ്യുമെന്ന് പറയുന്നു. ഇത് കേട്ട ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്തിട്ടും വേറെ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ നിന്നെ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഹീറോയെ പറഞ്ഞുവിടുന്നു. അവിടുന്ന് പുറത്തു വന്ന ഹീറോയിനെ കോൾ ചെയ്തു നോക്കുന്നു. പക്ഷെ ഹീറോയിൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ലീ അവന്റെ പേഴ്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കുന്നു. ആ ഫോട്ടോ മിസ്റ്റർ ഓയുടെയും അയാളുടെ മകളുടേതുമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹീറോയിൻ മിസ്റ്റർ ഓയുടെ മകളാണെന്നത്. അത് കഴിഞ്ഞ് ലീ വില്ലനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്, നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാമെന്ന് പറയുന്നു. ഹീറോ റോബറിയുടെ സകല പ്ലാനുകളും അവിടെ റൂമിൽ പൂർത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു അടിപൊളി സീൻ കാണുന്നത്. അടുത്ത ദിവസം ഹീറോ പറഞ്ഞതനുസരിച്ച് വില്ലൻ ഹീറോയെ കാണാൻ ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് ഹോട്ടൽ ലോബിയിൽ പോലീസ് ഉള്ളത് മനസ്സിലാക്കി അയാൾ അപ്പോഴത്തെ കൂടിക്കാഴ്ച ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അസിസ്റ്റന്റിനോട് ഹീറോയെ പിടിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഹീറോയാണ് വില്ലനെ പൂട്ടാൻ പോലീസിനെ വിളിച്ചതെന്ന് കരുതി അസിസ്റ്റന്റ് ആദ്യം ഹീറോയുടെ കഴുത്തിന് പിടിക്കുന്നു. എന്നാൽ അവർ വന്നത് ജ്വല്ലറി മോഷണത്തിന്റെ കേസിന് ഹീറോയെ അന്വേഷിച്ചാണെന്ന് മനസ്സിലാകുന്നു. അസിസ്റ്റന്റ് ഹീറോയോട് വേഗം തന്നെ അവിടെ നിന്ന് എല്ലാ തെളിവുകളും നശിപ്പിച്ച് പോലീസ് എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടണമെന്ന് പറയുന്നു. എന്നിട്ട് അവർ എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഡിറ്റക്റ്റീവും ടീമും റൂമിൽ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം അവർക്ക് അവിടെ നിന്ന് ഒരു തെളിവുകളും ലഭിക്കുന്നില്ല. അപ്പോഴാണ് അവർ അവിടെ ഒരു സീക്രട്ട് ഡോർ കാണുന്നത്. ആ ഡോർ തുറന്നു നോക്കുമ്പോഴാണ് അവർക്കതിനുള്ളിൽ പോർട്ടിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നതിന്റെ കംപ്ലീറ്റ് തെളിവുകളും ഫോട്ടോസും കാണാൻ പറ്റുന്നത്. അതുകൂടാതെ കലണ്ടറിൽ മാർക്ക് ചെയ്ത റോബറിയുടെ ഡേറ്റും അവർ കാണുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഹീറോ അറിഞ്ഞുകൊണ്ടാണ് ആ തെളിവുകൾ അവിടെ വെച്ച് പോയിരിക്കുന്നത്. അടുത്ത സീനിൽ ഹീറോ ലീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വില്ലന്റെ കാറിൽ കയറി പോകുന്നു. അപ്പോഴാണ് ഹീറോ അവരുടെ റോബറി പ്ലാൻ വില്ലനോട് പറയുന്നത്. ആദ്യം നമുക്ക് ഇഞ്ചിയോൺ പോർട്ടിൽ ഒരു ബോംബ് പൊട്ടിച്ച് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കണം. ആ തക്കം നോക്കി റോബറി നടത്താനാണ് അവരുടെ പ്ലാൻ. പോർട്ടിനകത്തേക്ക് എങ്ങനെ കടക്കുമെന്ന് വില്ലൻ ചോദിക്കുന്നു. അതിനായി കസ്റ്റംസിലേക്ക് വാട്ടർ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫാക്സ് നമ്പർ യൂസ് ചെയ്ത് നമ്മൾ അവർക്കൊരു ഫാക്സ് അയക്കണം. പിന്നീട് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ആയി നമുക്ക് പോർട്ടിൽ കയറാം എന്ന് ഹീറോ പറയുന്നു. പറഞ്ഞ പോലെ ബോംബ് റെഡിയാക്കി സെറ്റ് ചെയ്യാൻ പോകുന്നു. ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ കസ്റ്റംസിൽ മൊത്തമായി ഒരു അലാറം ഓൺ ആകും. ഈ അലാറം ഓൺ ആയാൽ പിന്നെ അത് ഓഫ് ആകാതിരിക്കാനായി ഹാക്കർ പയ്യൻ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്യണം. പിന്നീട് കസ്റ്റംസിന് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം നോർമൽ ആകാനായി അത് റീബൂട്ട് ചെയ്യേണ്ടി വരും. അതിനായി 40 മിനിറ്റ് സമയമെടുക്കും. ഈ സമയത്തിനുള്ളിൽ റോബറി ഫുള്ള് കംപ്ലീറ്റ് ആക്കി എല്ലാവരും പുറത്തിറങ്ങണം. അതാണ് അവരുടെ പ്ലാൻ. കട്ട് ചെയ്ത് കാണിക്കുന്നത് ഹീറോയും കൂട്ടുകാരനും കൂടി സേഫ് ഓപ്പൺ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സെറ്റ് ചെയ്ത ടൈമിനുള്ളിൽ ഹീറോയ്ക്ക് അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ട കൂട്ടുകാരൻ അവനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഈ റോബറി കഴിഞ്ഞാൽ വില്ലൻ നമ്മളെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അയാളെ പൂട്ടാനായി ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇതെല്ലാം ഹാക്കർ പയ്യൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഇതെല്ലാം നേരെ ചെന്ന് വില്ലന് പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഹീറോയിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിച്ച് അസിസ്റ്റന്റ് അതും വില്ലനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോഴാണ് വില്ലന് ഹീറോയിനും മിസ്റ്റർ ഓയും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുന്നത്. അടുത്തതായി കാണിക്കുന്നത് ഹീറോയിനെയാണ്. ഹീറോ അവളെ കാണാൻ വന്നിട്ടുണ്ട്. നീ ശരിക്കും ആരാണ്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്കിനി നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഹീറോയിൻ പറയുന്നു. നീ മിസ്റ്റർ ഓയുടെ മകളാണെന്ന് എനിക്കറിയാമായിരുന്നു. മാത്രമല്ല ഓ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തിരുന്നതെന്നും ഓ എങ്ങനെയാണ് മരിച്ചതെന്നും എനിക്കറിയാം. മിസ്റ്റർ ഓയെ കൊന്നയാളെ ഞാൻ വെറുതെ വിടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം ഹീറോ പറയുന്നു. നീ എന്നെ വിശ്വസിക്കണം എന്നും പറയുന്നു. എന്നാൽ ഹീറോയിൻ അവളെ അവൻ ക്രൈമിനു വേണ്ടി യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പിറകെ ഇനി വരണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. കാറിൽ കയറിയ അവളെ വില്ലന്റെ ആൾ പിടിച്ചുകൊണ്ടു പോകുന്നു. പക്ഷെ നമ്മുടെ ഹീറോ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ നമ്മുടെ റോബറി ദിവസം എത്തിയിരിക്കുന്നു. വില്ലൻ ഒരു ഫേക്ക് ഐഡി വെച്ച് പോർട്ടിനകത്തേക്ക് കയറുന്നു. അടുത്തതായി ടെലിഫോൺ റിപ്പയറിംഗിനാണെന്ന് പറഞ്ഞ് ഹാക്കർ പയ്യനും അകത്ത് കടക്കുന്നു. വില്ലൻ പോർട്ടിൽ കയറി ഒരു ഡിവൈസ് യൂസ് ചെയ്ത് നേരത്തെ കൊണ്ടുവച്ച ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നു. ബ്ലാസ്റ്റ് സൗണ്ട് കേട്ട് എല്ലാവരും പേടിച്ച് ഓടുകയാണ്. മാത്രമല്ല സെക്യൂരിറ്റി വാനുകളും ഫയർഫോഴ്സും അവിടെ എത്തുന്നതായി കാണിക്കുന്നു. അതിൽ ഒരു സെക്യൂരിറ്റി വാനിൽ നമ്മുടെ ടീംസും അകത്ത് കയറുന്നു. അപ്പോഴേക്കും ഹാക്കർ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്യുന്നു. നമ്മുടെ ടീം കൂപ്പൺ ഇരിക്കുന്ന കണ്ടെയ്നർ ഓപ്പൺ ആക്കി അതിൽ ആവശ്യമുള്ള കുറച്ച് കൂപ്പൺ മാത്രം വെച്ച് ബാക്കി മുഴുവൻ ആസിഡിൽ നശിപ്പിച്ചു കളയുന്നു. അതേസമയം സെക്യൂരിറ്റി സിസ്റ്റം നോർമൽ ആവണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിക്കാനായി അവർ ഡയറക്ടറിനെ വിളിക്കുന്നു. ഹാക്കർ ആ കോൾ വില്ലന്റെ ഡിവൈസിൽ ഡൈവേർട്ട് ചെയ്ത് വില്ലനാണെങ്കിൽ റീബൂട്ട് ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്നു. സെക്യൂരിറ്റി ടീമിന് ഡയറക്ടറിന്റെ പെർമിഷൻ കിട്ടിയെന്ന് വിചാരിച്ച് സിസ്റ്റം റീബൂട്ട് ചെയ്യുന്നു. അവിടെയുള്ള എല്ലാ സർവേലിയൻസ് ക്യാമറകളും ഓഫ് ആകുന്നതായി കാണിക്കുന്നു. ഇനി 40 മിനിറ്റ് കഴിഞ്ഞ് ഈ ക്യാമറകളെല്ലാം ഓൺ ആകുകയുള്ളൂ. പിന്നീട് നമ്മുടെ ടീം 150 മില്യനുള്ള ഗേറ്റിന്റെ അവിടെ എത്തുന്നു. എന്നിട്ട് അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെയെല്ലാം അടിച്ചിട്ട് ഹീറോയുടെ ടീമിലുള്ള ആളുകൾ ഗാർഡ്സ് ആയി അവിടെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ടീം അകത്തെത്തി
എത്തി പൈസ ഇരിക്കുന്ന ലോക്കർ ഓപ്പൺ ആക്കാൻ നോക്കുകയാണ്. 10 മിനിറ്റാണ് ഇവർക്കിത് ചെയ്യാനായിട്ടുള്ള മാക്സിമം സമയം. അതിനുള്ളിൽ ലോക്കർ ഓപ്പൺ ആക്കണം. ഹീറോ കുറെ തവണ ശ്രമിച്ചിട്ടും ലോക്കർ ഓപ്പൺ ആയിട്ടില്ല. അവസാനം ലാസ്റ്റ് 1 മിനിറ്റിൽ നമ്മുടെ ഹീറോ ആ ലോക്കർ ഓപ്പൺ ആക്കുന്നു. ലോക്കറിനകത്ത് കെട്ടുകട്ടായി $150 മില്യൺ കണ്ട എല്ലാവർക്കും സന്തോഷമാകുന്നു. പിന്നീട് അവർ കുറച്ചായി പണം വാനിൽ കയറ്റി അവരുടെ ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതായി കാണിക്കുന്നു. ബോട്ടിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മറ്റൊരു വാനിലേക്ക് അൺലോഡും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ടീം പൈസയുമായി ട്രിപ്പ് അടിക്കുന്നതിന്റെ ഇടയിൽ ഡിറ്റക്റ്റീവ് അവിടെ ചെക്കിങ്ങിന് വരുന്നു. പക്ഷെ ഡിറ്റക്റ്റീവിന്റെ കണ്ണിൽ പെടാതെ അവർ വാൻ ഒളിപ്പിക്കുന്നുണ്ട്. സംശയമായി ഒന്നും തോന്നാത്തതുകൊണ്ട് ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് പോകുന്നു. ഈ തക്കത്തിൽ ലാസ്റ്റ് ലോട്ട് ക്യാഷുമായി നമ്മുടെ ടീം പുറത്തേക്ക് ഇറങ്ങുന്നു. 40 മിനിറ്റ് കഴിയുന്നതിനും തൊട്ടു മുമ്പായി അവർ ഗേറ്റിന് പുറത്ത് കടക്കുന്നു. അങ്ങനെ പൈസ മൊത്തം മാറ്റുന്ന ടൈമിൽ അവിടേക്കൊരു പോലീസ് വാൻ വരുന്നു. അപ്പോൾ ഹീറോ ഞാൻ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഹീറോ അവൻ ഇട്ടിരുന്ന പോലീസിന്റെ ഡ്രസ് എല്ലാം മാറ്റുന്നു. അവന് വേറെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മണത്തെറിഞ്ഞ വില്ലൻ അവനെ ഗൺ പോയിന്റിൽ നിർത്തി നീ എന്നെ പറ്റിച്ച് പണവുമായി ഇത്ര സിമ്പിളായി മുങ്ങാമെന്ന് വിചാരിച്ചോ? എനിക്ക് നിന്റെ പ്ലാൻ എല്ലാം നേരത്തെ അറിയുമായിരുന്നു. നീ മിസ്റ്റർ ഓയെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാനായി വന്നതല്ലേ? എന്നാൽ ആ ഓയുടെ മകൾ എന്റെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞ് അവളുടെ മാല ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവനെ ഭീഷണിപ്പെടുത്തി ബോംബുമായി ബോട്ടിലേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ ചെയ്താൽ അയാൾ ഹീറോയിനെ വെറുതെ വിടാമെന്ന് പറയുന്നു. ഹീറോ വേറെ വഴിയില്ലാതെ ബോംബുമായി കാറിൽ വില്ലൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. അതിനിടയിൽ വില്ലൻ ഇത് പോലീസിനോടും വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ പോലീസുകാരും കൂടി അവനെ വളയുന്നു. വേറെ വഴിയില്ലാതെ ഹീറോ ആ ബോംബുമായി കടലിലേക്ക് എടുത്തു ചാടുന്നു. ഇതേ സമയം ഒരു പോലീസുകാരൻ അവനെ ഷൂട്ട് ചെയ്യുന്നു. മാത്രമല്ല ആ ബോംബും വില്ലൻ ഒരു ഡിവൈസ് ഉപയോഗിച്ച് പൊട്ടിക്കുകയാണ്. ആരാണ് ഷൂട്ട് ചെയ്തതെന്ന് ഡിറ്റക്റ്റീവ് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും പറയുന്നില്ല. അതേസമയം ഹീറോ മരിച്ച വിവരം കൂട്ടുകാരനും ഹാക്കറും അവരുടെ ഇന്നറിലൂടെ വില്ലൻ പറഞ്ഞ് അറിയുന്നു. കൂട്ടുകാരൻ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഹാക്കർ പറയുന്നത് അപ്പോ ഒരാളുടെ ഷെയർ കുറഞ്ഞു കിട്ടിയല്ലോ, ആ പണം കൂടി അപ്പോ നമുക്ക് കിട്ടില്ലേ? ഇത് കേട്ട് ദേഷ്യത്തിൽ കൂട്ടുകാരൻ ഹാക്കറിനെ അടിക്കാൻ വരുന്നു. പക്ഷേ ഹാക്കർ പയ്യൻ അപ്പോൾ ഒരു കത്തിയെടുത്ത് കൂട്ടുകാരനെ കൊന്നുകളയുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ഹാക്കർ ചെയ്യുമെന്ന് നമ്മൾ ആരും വിചാരിച്ചു കാണില്ല. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ക്യാഷ് കൊണ്ടുവന്ന കണ്ടെയ്നർ തുറന്ന് പണം വില്ലൻ ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. അതിൽ കൂപ്പൺസ് എല്ലാം മാറ്റി നോക്കിയിട്ടും പൈസ കാണുന്നില്ല. അസിസ്റ്റന്റും ഹാക്കറും വന്നു നോക്കുന്നു. എത്ര നോക്കിയിട്ടും അതിൽ മൊത്തം കൂപ്പൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വില്ലന് ഒരു കോൾ വരുന്നത്. വിളിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആയിരുന്നു. എന്താ സാറേ കൂപ്പൺസ് എല്ലാം കിട്ടിയില്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. മോനെ നീ കളിക്കല്ലേ, പണം എനിക്ക് തന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഹീറോയിനെ വെറുതെ വിടാമെന്ന് വില്ലൻ പറയുന്നു. എനിക്ക് അവളെ അല്ലെങ്കിലും വേണ്ട, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ വില്ലന്റെ അവിടെ പോലീസ് വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നു. അസിസ്റ്റന്റ് അവരുടെ ആളുകളോടെല്ലാം റെഡിയാകാൻ പറയുന്നു. അതേസമയം ഹാക്കർ പയ്യൻ ഹീറോയിനെ പൂട്ടിവച്ചിരുന്ന സ്ഥലത്ത് വന്ന് അവളെ രക്ഷിക്കുന്നു. അപ്പോഴാണ് ഹാക്കറും ഹീറോയുടെ കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കട്ട് ചെയ്ത് ഡിറ്റക്റ്റീവിന് എങ്ങനെയാണ് വില്ലനെതിരെയുള്ള തെളിവുകൾ കിട്ടിയതെന്നും കാണിക്കുന്നു. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോ മോഷ്ടിച്ച പ്രതിമയുടെ ഡ്യൂപ്ലിക്കേറ്റിൽ ഹീറോ ഒരു റെക്കോർഡർ വെച്ചിരുന്നു. ഈ പ്രതിമ അന്ന് ഓപ്ഷനിൽ വാങ്ങിയിരുന്നത് വേറെ ആരുമല്ല, വില്ലനായിരുന്നു. അന്നു തൊട്ടുള്ള വില്ലന്റെ പ്ലാനിംഗ് എല്ലാം ഹീറോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഹീറോ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്ലാനുകളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. വില്ലൻ ഡിറ്റക്റ്റീവിന്റെ ഇൻഫോർമറിനെ കൊന്നതിന്റെ വോയിസ് റെക്കോർഡുകളെല്ലാം ഹീറോ ഡിറ്റക്റ്റീവിന് അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെയാണ് പോലീസ് വില്ലനെ അറസ്റ്റ് ചെയ്യാനായി അവിടേക്ക് വരുന്നത്. വില്ലൻ അപ്പോഴേക്കും ഒരു രഹസ്യ വഴിയിലൂടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു. അസിസ്റ്റന്റിനോട് ഹീറോയിനെ കൊല്ലാനും പറയുന്നുണ്ട്. ഇവിടെ പോലീസും വില്ലന്റെ ടീമും തമ്മിൽ ഒരിഞ്ഞ അടി നടക്കുകയാണ്. അസിസ്റ്റന്റ് വന്ന് കുറെ ആളുകളെ അടിച്ചിടുന്നുണ്ട്. അതേസമയം ഹീറോയിനെ രക്ഷിച്ച് കൊണ്ടുപോയിരുന്ന ഹാക്കർ പയ്യനെ അസിസ്റ്റന്റ് അടിച്ചിടുന്നു. അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് അവിടെ എത്തി അസിസ്റ്റന്റിനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഹാക്കറും ഹീറോയിനും കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടക്കുമ്പോൾ വില്ലൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് കാണുന്നു. അവൻ അപ്പോൾ തന്നെ അത് ഹീറോയെ വിളിച്ച് പറയുന്നു. ഹീറോ വില്ലനെ വിളിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് 150 മില്യൺ പണം അടിച്ചെടുത്തതെന്നും പറയുന്നുണ്ട്. നീ എന്താ വിചാരിച്ചത് ഞാൻ മരിച്ചെന്നാണോ? അവനെ വെടിവെച്ച പോലീസുകാരന്റെ വേഷത്തിലുണ്ടായിരുന്നത് അവൻ ഏർപ്പാടാക്കിയ ആളായിരുന്നു. മാത്രമല്ല അത് ഫേക്ക് ബുള്ളറ്റ് ആയിരുന്നു. അടുത്ത നമ്മുടെ സംശയം നോട്ടുകൾ എങ്ങനെയാണ് കൂപ്പൺസ് ആയി മാറിയതെന്നാണ്. പണം മാറ്റുന്നതിന്റെ ഇടയിൽ ഹീറോ രഹസ്യമായി ഏർപ്പാടാക്കിയ മറ്റൊരു ടീം പോലീസ് വാനിൽ വന്ന് ഒറിജിനൽ നോട്ടുകളെല്ലാം ഒരു സ്പെഷ്യൽ ലിങ്ക് യൂസ് ചെയ്ത് അതിനു മുകളിൽ കൂപ്പൺ പ്രിന്റ് ചെയ്തിരുന്നു. അവരുടെ കയ്യിലുള്ള പ്രിന്റിംഗ് മെഷീനിൽ അരമണിക്കൂറിനുള്ളിൽ $50 മില്യൺ ഇതുപോലെ പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മൂവിയുടെ തുടക്കത്തിൽ ഹീറോ കള്ളനോട്ട് ഉണ്ടാക്കാനായി ഉപയോഗിച്ച സ്പെഷ്യൽ ഇങ്ക് ആണ് ആ പ്രിന്ററിൽ അവർ ഉപയോഗിച്ചിരുന്നത്. അതിൽ ആൽക്കഹോൾ സ്പ്രേ ചെയ്താൽ ആ ഇങ്ക് മാഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ വില്ലൻ ചെക്ക് ചെയ്തിരുന്ന കൂപ്പണുകൾ തന്നെയായിരുന്നു
തന്നെയായിരുന്നു റിയൽ നോട്ടുകൾ. പക്ഷേ വില്ലന് അതറിയുകയില്ല. വില്ലന്റെ ബിൽഡിങ്ങിലുള്ള റിയൽ പണം പോലീസിന്റെ വേഷത്തിൽ വന്ന് കൂട്ടുകാരൻ റെയ്ഡ് ആണെന്ന് പറഞ്ഞ് അവിടുന്ന് നൈസായി എടുത്തുകൊണ്ടു പോകുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനും മരിച്ചിരുന്നില്ല. നേരത്തെ കാണിച്ച കത്തിക്കുത്ത് അവരുടെ അഭിനയമായിരുന്നു. അപ്പോൾ എല്ലാം ഹീറോയുടെ പ്ലാനിംഗ് ആയിരുന്നു. അങ്ങനെ മൊത്തം പണവുമായി കൂട്ടുകാരനും ഹാക്കറും അവിടെ നിന്ന് പോകുന്നു. കട്ട് ചെയ്ത് കാണിക്കുന്നത് വില്ലന്റെ കാറിൽ ഹീറോയുടെ കാർ ഇടിച്ചു കയറ്റി പിന്നീട് അയാളെ ഗൺ പോയിന്റിൽ നിർത്തി പറയുകയാണ്, നിന്നെ ഞാൻ ഒരിക്കലും ഇത്ര സിമ്പിളായി മരിക്കാൻ സമ്മതിക്കില്ല. നിന്റെ കാര്യം ഇനി പോലീസ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഒരു റിക്കവറി വാനിൽ വണ്ടിയും എടുത്തു പോകുന്നു. അപ്പോൾ തന്നെ പോലീസ് അവിടെ വന്ന് വില്ലനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. പിന്നീട് നമ്മുടെ ടീംസ് എല്ലാം കൂപ്പൺസ് നിരത്തിയിട്ട് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് അത് നോട്ടായി മാറുന്നത് കണ്ട് എല്ലാവരും ഹാപ്പിയാകുന്നു. അടുത്തതായി ഹീറോയിന് ഒരു ബാഗ് നിറയെ ക്യാഷ് ഹീറോ എത്തിക്കുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.